കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ നടൻ ജയസൂര്യയുടെ കൂടെ എത്തിയവർ ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചെന്ന് പരാതി. ദേവസ്വം ഫോട്ടോഗ്രാഫർ സജീവ് നായർക്കാണ് മർദ്ദനമേറ്റത്. കേളകം പോലീസിൽ പരാതി നൽകി. അമ്പലത്തിൽ ഇവിടെ ദേവസ്വം സ്റ്റാഫാണ്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, അവിടെ എന്താണ് സംഭവിച്ചത്? ഇങ്ങനെയൊരു മർദ്ദനത്തിലേക്കൊക്കെ കടക്കാനുള്ള കാരണം എന്തായിരുന്നു? അമൃത, ദക്ഷിണ കാശി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂർ കൊട്ടിയൂരിൽ ഉത്സവം നടക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രമുഖരും അല്ലാത്തവരുമായ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും കൊട്ടിയൂരിൽ ദർശനത്തിനെത്തുന്നത്. ഇവിടെ ഈ പ്രമുഖരായ ആളുകളൊക്കെ ദർശനത്തിനെത്തുമ്പോൾ അത് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് തന്നെ ആളുകളെ, ഫോട്ടോഗ്രാഫർമാരെ ഹയർ ചെയ്യാറുണ്ട്. ഇത് സജീവ് നായരെയും അത്തരത്തിൽ ഹയർ ചെയ്തതാണ്. മാത്രമല്ല, സജീവ് അവിടെ കേളകത്ത് പ്രാദേശികമായ ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്, പ്രാദേശിക ചാനലിന്റെ റിപ്പോർട്ടർ കൂടിയാണ് സജീവ്. അങ്ങനെ ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ജയസൂര്യ അവിടെ ദർശനത്തിനെത്തുന്നു. ജയസൂര്യക്കൊപ്പം മറ്റു കുറേ ആളുകൾ കൂടി ഉണ്ടായിരുന്നു, ചില ആളുകൾ കൂടി ഉണ്ടായിരുന്നു. ഈ ജയസൂര്യ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വഴി ദേവസ്വത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ജയസൂര്യ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ സജീവ് നായർ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഇതിനെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ തടയുകയായിരുന്നു. അപ്പോൾ താനിങ്ങനെ ദേവസ്വത്തിന്റെ ക്യാമറമാനാണ്, അത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതെന്ന് അയാളോട് പറഞ്ഞു. പക്ഷേ അത് വകവയ്ക്കാതെ ജയസൂര്യക്കൊപ്പം ഉണ്ടായിരുന്ന 3-4 ആളുകൾ ഇയാളുടെ ക്യാമറ പിടിച്ചു വാങ്ങുകയും ഇയാളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. വയറിനും നെഞ്ചിനും മറ്റുമൊക്കെ ഇടുക്കുകയും ക്യാമറ പിടിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്തു എന്നാണ് ഇപ്പോൾ പരാതി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ ക്രൂരമായ മർദ്ദനം തന്നെ ഉണ്ടായി എന്നാണ് സജീവുമായി സംസാരിക്കുമ്പോൾ സജീവ് പറഞ്ഞത്. എന്തായാലും തൊട്ടു പിന്നാലെ തന്നെ സജീവ് അവിടെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഒപ്പം കേളകം പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ജയസൂര്യയുടെ ഒപ്പം ഉണ്ടായിരുന്ന ബൗൺസേഴ്സ് ആണോ ഇത്തരം മർദ്ദനം നടത്തിയതെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷെ അവർ യൂണിഫോമിലൊന്നും ആയിരുന്നില്ല. ദർശനത്തിനെത്തിയ സമയമാണ്. അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്ന 3-4 ആളുകൾ എന്നതിനപ്പുറത്തേക്ക് ആരൊക്കെ എന്നത് സംബന്ധിച്ച് കൃത്യമായി അറിയുകയുമില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് ജയസൂര്യയുടെ ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അത്തരമൊരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്. ഈ ദൃശ്യങ്ങൾ നൽകണമെന്ന് ഇപ്പോൾ ദേവസ്വം ബോർഡിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ കൂടി എടുത്തതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണവില